നിങ്ങൾക്ക് 30 രൂപ വിലയുള്ള ഒരു ഓപ്ഷൻ വാങ്ങുമ്പോഴാണോ അതോ 300 രൂപ വിലയുള്ള ഓപ്ഷൻ വാങ്ങുമ്പോഴാണോ കൂടുതൽ ടെൻഷൻ? 300 രൂപ വിലയുള്ളത് വാങ്ങുമ്പോഴല്ലേ? എന്നാൽ 30 രൂപ വിലയുള്ള ഓപ്ഷൻ വാങ്ങുമ്പോൾ ടെൻഷൻ വളരെ കുറവാണ്. ഇതിനു കാരണം 30 രൂപയല്ലേ, പോയാലും പ്രശ്നമില്ല എന്ന ചിന്തയാണ്. ഇവിടെയാണ് അപകടം പതിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ചീപ്പ് ഓപ്ഷൻസ് എങ്ങനെ ഡിസിപ്ലിൻ നശിപ്പിക്കുന്നു എന്നതാണ്. നമസ്കാരം, ഏവർക്കും ഗോൾഡൻ സീഡ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്കു സ്വാഗതം. ഒരു കുട്ടിയുടെ കയ്യിൽ 2 ചോക്ലേറ്റ് കൊടുത്താൽ അവനത് ഓരോന്നും സ്ലോ ആയിട്ടായിരിക്കും കഴിക്കുക. എന്നാൽ 100 ചെറിയ ടോഫീസ് കൊടുത്താലോ ഒന്നൊന്നായെടുത്ത് ചിന്തിക്കാതെ കഴിച്ചു തീർക്കും. അവസാനം അത് വയറുവേദനയിൽ കലാശിക്കുകയും ചെയ്യും. ചീപ്പ് ഓപ്ഷൻസും എക്സാക്ട്ലി അതുപോലെയാണ്. 300 രൂപ വിലയുള്ള ഓപ്ഷൻ വാങ്ങുകയാണെന്ന് കരുതുക. അപ്പോഴെന്തൊക്കെയായിരിക്കും ചെയ്യുക? എന്തൊക്കെയായിരിക്കും നമ്മുടെ ചിന്ത? അത് വാങ്ങണോ വേണ്ടയോ എന്ന് 2 തവണയെങ്കിലും ആലോചിക്കും. അതുപോലെ തന്നെ ക്വാണ്ടിറ്റി പരമാവധി കുറയ്ക്കും. എവിടെ എൻട്രി എടുക്കണമെന്ന് സീരിയസായും നോക്കും. പക്ഷേ 30 രൂപ ഓപ്ഷൻ വാങ്ങുമ്പോഴോ ഇത് ചീപ്പാണല്ലോ, ട്രൈ ചെയ്ത് നോക്കാം, ലോസ് ആയാലും പ്രശ്നമില്ല എന്നൊക്കെയായിരിക്കും ചിന്ത. നിങ്ങളുടെ കയ്യിൽ 10,000 രൂപയുണ്ടെന്ന് കരുതുക. 30 എണ്ണമുള്ള ഒരു ലോട്ട് ഓപ്ഷൻ 300 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങി. അതിൽ 1000 രൂപ ലോസ് ആയാൽ ആ ഒരു ലോസിന്റെ പെയിൻ നമുക്ക് പെട്ടെന്ന് തന്നെ ഫീൽ ചെയ്യും. ഇതേ 1000 രൂപ ലോസ് സംഭവിച്ചത് ചെറിയ വിലയുള്ള 5 ട്രേഡുകളായിട്ടാണെങ്കിലോ, അതായത് ഓരോ ട്രേഡുകളിലും 200 രൂപ വീതം ലോസ് ആണെങ്കിലോ, നമുക്ക് പെയിൻ വളരെ സ്ലോ ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുക. ഇങ്ങനെയായാൽ ബ്രെയിൻ ഒരിക്കലും പഠിക്കില്ല. ചെറിയ ചെറിയ മുറിവുകൾ വലിയ വ്രണത്തെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ചീപ്പ് ഓപ്ഷൻ കാണുമ്പോൾ മനസ്സ് ഇങ്ങനെ പറയാൻ തുടങ്ങും, ഇത് ചീപ്പാണല്ലോ, അപ്പോൾ ഇത് സേഫ് ആയിരിക്കും. സേഫ് ആണെന്ന് തോന്നിയാൽ നമ്മൾ കൂടുതൽ ട്രേഡ് എടുക്കാൻ തുടങ്ങും. ട്രേഡ് കൂടുതലായാൽ എക്സൈറ്റ്മെന്റ് കൂടും. എക്സൈറ്റ്മെന്റ് കൂടുമ്പോൾ കോൺഫിഡൻസ് കൂടി വരും. കോൺഫിഡൻസ് കൂടി വരുമ്പോൾ നമ്മൾ ശ്രദ്ധ കുറയ്ക്കും. ശ്രദ്ധ കുറയുമ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്സ് തുടങ്ങും. ചെറിയ മിസ്റ്റേക്സ് ചേർന്നാൽ അവസാനം വലിയ ലോസായി മാറും. പക്ഷേ ഇതെല്ലാം നടക്കുമ്പോൾ മനസ്സൊരിക്കലും മതി, ഇനി നിർത്താം എന്ന് പറയില്ല. ഇനിയൊരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. 20 രൂപ വിലയുള്ള ഓപ്ഷൻ സേഫ് ആയിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് 90% ആളുകൾക്കും ഓപ്ഷൻ ബൈയിങ്ങിൽ പണം നഷ്ടപ്പെടുന്നത്? ചീപ്പായതുകൊണ്ട് സേഫ് ആകണമെന്നില്ല. ചീപ്പായപ്പോൾ നമ്മൾ അതിനെ സീരിയസ് ആയി എടുക്കാറില്ലാത്തതാണ് പ്രശ്നം. ഈ പ്രശ്നത്തിൽ നിന്നും കരകയറാൻ നമുക്കിനി 1-2 എക്സസൈസുകൾ ചെയ്തു നോക്കിയാലോ? ആദ്യത്തെ എക്സസൈസിന്റെ പേരാണ് ചോക്ലേറ്റ് റൂൾ. ചീപ്പായ പ്രീമിയം കാണുമ്പോൾ ബൈ അമർത്തുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം, ഇത് 300 രൂപയായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും ഈ ട്രേഡ് എടുക്കുമായിരുന്നോ എന്ന്. ഉത്തരം ഇല്ല എന്നാണെങ്കിൽ ഇതൊരു സീരിയസ് ട്രേഡല്ല. പക്ഷെ നിങ്ങളുടെ ഉത്തരം അതെ എന്നാണെങ്കിൽ നിങ്ങൾക്ക് കൺവിക്ഷൻ ഉണ്ടെന്നാണർത്ഥം. ഇത് വളരെ സിമ്പിളായ ഒരു എക്സസൈസാണ്. എന്നാൽ ഡിസിപ്ലിൻ വളരാൻ ഇത് നല്ല രീതിയിൽ സഹായിക്കും. അടുത്ത എക്സസൈസിന്റെ പേരാണ് 2 ട്രേഡ് റൂൾ. ഇതൊരു ചലഞ്ചാണ്. ഒരു ഫുൾ വീക്ക് ചീപ്പ് ഓപ്ഷൻ ആയാലും മാക്സിമം 2 ട്രേഡുകൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. 5 അല്ല, 10 അല്ല, വെറും 2 ട്രേഡ് മാത്രം. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ പല ട്രേഡുകളും ഇമ്പൾസ് കൊണ്ടാണ് എടുക്കുന്നതെന്ന്. ചീപ്പായ ഓപ്ഷനാണെന്ന് കരുതി കെയർലെസ്സായി ബിഹേവ് ചെയ്യുന്നത് വളരെ അപകടമാണ്. നമ്മുടെ ഡിസിപ്ലിൻ ബ്രേക്ക് ആവുന്നതൊരു വലിയ ലോസുകൊണ്ടല്ല, ചെറിയ കെയർലെസ്സായ തീരുമാനങ്ങൾ കൊണ്ടാണ്. ഇത് സ്ലോവായി നമ്മുടെ ബിഹേവിയർ മാറ്റാൻ തുടങ്ങും. ആദ്യത്തേതിൽ കാഷ്വൽ, പിന്നെ അല്പം കെയർലെസ്, അടുത്തത് ഇമോഷണൽ, പിന്നെ ഫ്രസ്ട്രേഷൻ, അവസാനം കൺഫ്യൂഷൻ. ഇതെല്ലാം പെട്ടെന്നാണ് നടക്കുക. പ്രൈസ് ചെറുതായിരുന്നാലും പ്രീമിയം ചെറുതായിരുന്നാലും റെസ്പെക്റ്റ് ചെറുതാകരുത്. അങ്ങനെ വന്നാൽ നിങ്ങളുടെ ക്യാപിറ്റലും ചെറുതാക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കിതുവരെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷേ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അങ്ങനെ ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുത്താൽ നിങ്ങൾക്ക് തീർച്ചയായും ഓപ്ഷൻസ് ബൈയിങ്ങിലൂടെ നല്ല രീതിയിൽ പണമുണ്ടാക്കാൻ സാധിക്കും. അടുത്ത വീഡിയോയിൽ നമ്മൾ മറ്റൊരു വലിയ സൈക്കോളജിക്കൽ ട്രാപ്പിനെക്കുറിച്ച് സംസാരിക്കാം. ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ മനസ്സെങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നു എന്നതാണ് വിഷയം. ഇത്തരം ട്രേഡിംഗ് സൈക്കോളജി കണ്ടന്റ് നിങ്ങൾക്ക് ഗുണപ്രദമാകുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നന്ദി.